അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഡിസ്പ്ലേ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ഒരു ഈവനിങ് സ്നാക്കാണ്. കുട്ടികൾക്കെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നൊരു സൂപ്പർ റെസിപ്പി തന്നെയാണിത്. നമ്മൾ രാവിലേക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ മാവ് ഉണ്ടാവില്ലേ, നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് ബാലൻസ് വരുന്ന മാവ്, അത് ഉപയോഗിച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ വേറൊരു ഇൻഗ്രീഡിയൻറ്റ് എടുക്കുന്നില്ല. എന്നാൽ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ആദ്യമായിട്ടൊരു ചീനച്ചട്ടി നമുക്ക് ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. അത് നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായി പൊട്ടി വരുമ്പോൾ ഇനി അതിലേക്ക് ആവശ്യത്തിന് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4-5 ചെറിയുള്ളിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില, 2-3 പച്ചമുളകാണ്. നമ്മൾ മാവ് എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ ചേർക്കുന്നതും കുറച്ച് കൂട്ടണം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തുകൊണ്ട് വേഗം വാട്ടിക്കിട്ടുന്നതായിരിക്കും. ഇനി അത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കത് ഇറക്കി വയ്ക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇഡ്ഡലി മാവോ ദോശമാവോ ഉള്ളിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് കുഴിയപ്പച്ചട്ടിയിലാണ്, അല്ലെങ്കിൽ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ചട്ടിയിൽ. ഇനി എല്ലാ കുഴിയിലും നമ്മൾ എണ്ണ ചേർത്ത് കൊടുക്കാം. നന്നായി നിറച്ച് വയ്ക്കാം. ഇനി ഓരോ ഉരുളയിൽ നന്നായി ഓരോ കുഴിയിലും നിറച്ച് നമുക്ക് മാവ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ പലഹാരം തയ്യാറാക്കുന്നത്. നല്ല മധുരമുള്ള ഉണ്ണിയപ്പമായിരിക്കും നമ്മൾ കഴിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഇത് മധുരമില്ലാത്തൊരു അടിപൊളി പലഹാരമാണ്. കുട്ടികൾക്കെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നൊരു സൂപ്പർ പലഹാരം തന്നെയാണിത്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തൂ. നിങ്ങൾക്ക് വേറെ റെസിപ്പികൾ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ. ഇനി അടുത്ത കിടിലൻ വീഡിയോ ഞാൻ വീണ്ടും വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.